കേസുകൾ തീർപ്പാക്കുന്നതിൽ താമസം വന്നതിന്റെ പേരിൽ വനിതാ സിവിൽ ജഡ്ജിയെ പിരിച്ചുവിട്ട മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് സുപ്രീംകോടതി. ഗർഭഛിദ്രത്തെ തുടർന്ന് അവർ അനുഭവിക്കുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ കോടതി അവഗണിച്ചുവെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. പുരുഷന്മാർക്ക് ആർത്തവമുണ്ടായാൽ മാത്രമേ അവർക്ക് കാര്യം മനസ്സിലാവുകയുള്ളൂ എന്ന് പിരിച്ചുവിട്ട 6 വനിതാ സിവിൽ ജഡ്ജിമാരുടെ സുവോമോട്ടോ ഹർജി പരിഗണിക്കവേ സുപ്രീംകോടതി ജസ്റ്റിസ് BV നാഗരത്ന രൂക്ഷമായി വിമർശിച്ചു. പിരിച്ചുവിട്ട 4 വനിതാ ജഡ്ജിമാരെ സുപ്രീംകോടതിയുടെ ഇടപെടലിനെ തുടർന്ന് സെപ്റ്റംബറിൽ തിരിച്ചെടുത്തിരുന്നു. കേസ് തള്ളിയിരിക്കുന്നു, നിങ്ങൾ വീട്ടിലേക്ക് പോകൂ എന്ന് പറയാൻ എളുപ്പമാണ്. ഈ വിഷയം ദീർഘമായി കേൾക്കുകയാണെങ്കിൽ ഞങ്ങൾ മന്ദഗതിയിലാണെന്ന് അഭിഭാഷകർക്ക് പറയാമോ? പ്രത്യേകിച്ച് സ്ത്രീകൾ. ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അവർ കേസുകൾ തീർപ്പാക്കുന്നതിൽ മന്ദഗതിയിലാണെന്ന് പറഞ്ഞ് പിരിച്ചുവിടരുതെന്നും ജസ്റ്റിസ് നാഗരത്ന നിർദ്ദേശിച്ചു. 2018 2017 മധ്യപ്രദേശ് ജുഡീഷ്യൽ സർവീസിൽ ചേർന്ന സിവിൽ ജഡ്ജിമാരായ അദിതി കുമാർ ശർമ്മ, സരിത ചൗധരി എന്നിവരുടെ പരാതികളാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ച് ഇവർക്കെതിരായ പിരിച്ചുവിടൽ ഉത്തരവുകൾ റദ്ദാക്കാൻ വിസമ്മതിച്ചു. 2 ഉദ്യോഗസ്ഥരെയും 2023 പിരിച്ചുവിട്ടു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതിഥിയുടെ പ്രകടനത്തിന്റെ ഓരോ വർഷത്തെയും റേറ്റിംഗ് മധ്യപ്രദേശ് ഹൈക്കോടതി അഭിഭാഷകൻ അർജുൻ ഗാർക്ക് സമർപ്പിച്ച രേഖകളിലുണ്ട്. 2019 വളരെ നല്ലതായിരുന്ന അവരുടെ പ്രകടനം 2022 ആയപ്പോഴേക്കും മോശമായി. അവർക്ക് 1500 കേസുകൾ പോലും തീർപ്പാക്കാൻ സാധിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. 2021 തനിക്ക് ഗർഭഛിദ്രമുണ്ടായെന്നും സഹോദരന് അർബുദം സ്ഥിരീകരിച്ചതായും അതിഥി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷ ജഡ്ജിമാർക്കും ഓരോ മാനദണ്ഡം വേണമെന്നും നാഗരത്ന ആവശ്യപ്പെട്ടു. മുതിർന്ന അഭിഭാഷക ഇന്ദിര ജയ്സിംഗ് ആണ് അതിഥിക്ക് വേണ്ടി ഹാജരായത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.